ഹലോ ഫ്രണ്ട്സ്, സ്റ്റോറി ടൈം ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് 2024 പുറത്തിറങ്ങിയ ഹൊറർ ത്രില്ലർ മൂവിയായ ഡിമോണ്ടി കോളനി എന്ന മൂവിയുടെ ഫസ്റ്റ് പാർട്ടുമായാണ്. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന 4 സുഹൃത്തുക്കളായ സുജിത്, രാഘവൻ, ശ്രീനി, വിമൽ എന്നിവർ ഒരു ലോ ബഡ്ജറ്റ് അപ്പാർട്ട്മെന്റിൽ കഴിയുന്നതാണ്. ഒരു ദിവസം ബാറിൽ കയറി മദ്യപിച്ച ശേഷം ഒരു അഡ്വഞ്ചറിനായി അവർ ഡിമോണ്ടി കോളനിയിലെ ആ ബംഗ്ലാവിലേക്ക് പോകുന്നു. പരസ്പരം പ്രാങ്ക് ചെയ്യാൻ നോക്കിയെങ്കിലും എന്തൊക്കെയോ അമാനുഷികമായി അവരവിടെ കണ്ടപ്പോൾ പേടിച്ചുകൊണ്ട് അവർ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ലൈഫ് ഒന്നും അങ്ങോട്ടും മെച്ചപ്പെടാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒരു ജ്യോത്സ്യനെ കാണാനായി അവർ പോകുന്നു. 3 പേരുടെ ജാതകം നോക്കി പ്രശ്നങ്ങളുടെ കൂമ്പാരമാണെന്ന് ജ്യോത്സ്യൻ പറയുകയും സുജിത്തിന്റെ ജാതകം നോക്കാനായി താളിയോല തികയാതെ വന്നപ്പോൾ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പുറപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനിക്ക് ജ്യോത്സ്യന്റെ കോള് വരികയും അർജന്റായി എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും റേഞ്ച് കിട്ടാത്ത കാരണം ശ്രീനി ജോൽസിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ തൂങ്ങിമരിച്ച നിലയിൽ ജോൽസിനെ കണ്ട ശ്രീനി ഷോക്കായി വീട്ടിലേക്ക് മടങ്ങുന്നു. ജോൽസൻ വിളിച്ച വിവരം ശ്രീനി ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ ഒന്നിച്ച് അപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ രാഘവൻ ഡിമോണ്ടി കോളനിയിലെ ആ ബംഗ്ലാവിന്റെ ഹിസ്റ്ററി തിരയാൻ തുടങ്ങുന്നു. അതായത് ആ ബംഗ്ലാവിന്റെ സാഹിബായ ഡിമോണ്ടി തന്റെ സുഖമില്ലാത്ത ഭാര്യക്ക് 100 കോടി വിലമതിക്കുന്ന ഒരു നെക്ലേസ് സമ്മാനമായി കൊടുക്കുന്നു. ഒരിക്കൽ ഡിമോണ്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ സെർവന്റുമാരെ ഏൽപ്പിച്ച് ബിസിനസ് ആവശ്യത്തിനായി പുറത്തു പോകുന്നു. ഈ സമയം ബ്രിട്ടനിൽ പോയിരുന്ന അവരുടെ മകൻ കപ്പൽ തീപിടുത്തത്തിൽ മരിച്ചതായി അറിയുകയും തിരിച്ചുവന്ന ഡിമോണ്ടി തന്റെ ഭാര്യയെ ആരോ ക്രൂരമായി റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം അറിഞ്ഞ് കോപിതനായ ഡിമോണ്ടി എല്ലാ ഭടന്മാരെയും അടിച്ചുകൊല്ലുകയും ബംഗ്ലാവിന് തന്നെ തീയിട്ട് ബ്ലാസ്റ്റ് ആക്കുകയും ചെയ്യുന്നു. അവരെല്ലാം മരിച്ചതിനു ശേഷം ആ ബംഗ്ലാവിലേക്ക് നെക്ലേസ് എടുക്കാനായി പോയ പലരും അസാധാരണ രൂപത്തിൽ കൊല്ലപ്പെട്ടതായി അറിയപ്പെടുന്നുണ്ട്. ആ ഒരു നെക്ലേസ് ബംഗ്ലാവിന് പുറത്തു കൊണ്ടുവന്നാൽ മറ്റൊരു രൂപത്തിൽ അതിനെ ഡിമോണ്ടി തന്നെ അതിനെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമെന്ന് ഹിസ്റ്ററി പറയുന്നുണ്ട്. ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് ശ്രീനിയും വിമലും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ സുജിത്താകട്ടെ വന്നതു മുതലേ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാൽ പിന്നീടാണ് രാഘവൻ ഇന്നലെ ബംഗ്ലാവിൽ വെച്ച് താൻ ആ നെക്ലേസ് എടുത്ത കാര്യം അവരോട് പറയുന്നത്. എന്തായാലും അതിനെ ചെറിയ പീസുകളാക്കി വിറ്റു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് അവർ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ ഹാപ്പിയായി ഒന്ന് വൈബാക്കാനായി ഹൊറർ മൂവി കാണാൻ അവർ TV ഓൺ ചെയ്യുന്നു. എന്നാൽ അവർ ഇരിക്കുന്ന അതേ വിഷ്വലാണ് അവർക്ക് TVയിൽ കാണാൻ കഴിയുന്നത്. TV ആണെങ്കിൽ ഓഫ് ചെയ്യാനും കഴിയുന്നില്ല. ശേഷം ഇപ്പോ വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയ വിമലിനെ എന്തോ ഒരു അമാനുഷിക ശക്തി ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. അവന്റെ അലറി വിളിക്കുന്ന ശബ്ദമൊന്നും പുറത്ത് കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ഇത്രയും സമയം എന്തെടുക്കുവാണെന്ന് ചോദിച്ച ശ്രീനിയോട് ഞാൻ ഇപ്പോ വരാം എന്ന മറുപടി അവൻ തിരിച്ചു കേൾക്കുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞത് വിമലല്ലായിരുന്നു. അങ്ങനെ തല പൊട്ടി വിമൽ അവിടെ മരിച്ചു വീഴുന്നു. ശേഷം കറണ്ട് പോവുകയും ജീസസിന്റെ ശില്പത്തിന്റെ അടുത്തേക്ക് മെഴുകുതിരി കത്തിക്കാനായി വന്ന രാഘവന്റെ ശരീരത്തിലേക്ക് ബാധ കയറുകയും ഉറങ്ങിക്കിടന്നിരുന്ന സുജിത്തിന്റെ കണ്ണുകളിലേക്ക് മെഴുകുതിരി ഉറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീനി അവനെ തള്ളിയിടുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ടിന്ന് മറിഞ്ഞുകൊണ്ട് പെട്രോൾ ശരീരത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ അവന്റെ ശരീരമാകെ കത്താൻ തുടങ്ങുന്നു. അവനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രീനിക്ക് അതിന് കഴിഞ്ഞില്ല. പിന്നീടാണ് കാണിക്കുന്നത് ഇതെല്ലാം അവർ TVയിൽ കാണുന്നതായിരുന്നു. പേടിച്ചുകൊണ്ട് TV ഓഫാക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പുറത്ത് ശക്തമായ മഴ കാരണം കറണ്ട് പോവുകയും കറണ്ട് ഓഫീസിലേക്ക് വിളിച്ച് ആളെ പറഞ്ഞയക്കാൻ പറയുന്നുണ്ട്. ശേഷം വീടിന്റെ പുറത്തു നിന്ന് ശബ്ദം കേട്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിന് ഷോക്കേൽക്കുന്ന പോലെ അവർക്ക് തോന്നുന്നു. ആളെ കാണാത്തതിനാൽ വീണ്ടും ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ അവിടെ വന്ന് ഫ്യൂസ് റെഡിയാക്കി നിങ്ങൾ എനിക്ക് പോക്കറ്റ് മണിയും തന്നിരുന്നല്ലോ എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാതെ അവർ കൺഫ്യൂഷനായി ഇരിക്കുമ്പോഴാണ് ശ്രീനി ജോൽസിന്റെ കാര്യം അവരോട് പറയുന്നത്. ജോൽസിൻ പറഞ്ഞത് കേൾക്കാനായി അവർ ഫോൺ കോൾ റെക്കോർഡ് കേട്ടു നോക്കിയപ്പോൾ അയാൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കൂടെയുള്ള സുജിത്ത് ഇന്നലെ മരണപ്പെട്ടിരുന്നെന്നും അയാളുടെ ശരീരം മാത്രമാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്നുമായിരുന്നു. സത്യത്തിൽ ഡിമോണ്ടി ബംഗ്ലാവിൽ വെച്ചും പേടിച്ചുകൊണ്ട് പാനിക് അറ്റാക്ക് വന്ന് സുജിത്ത് അവിടെ നിന്ന് മരണപ്പെട്ടിരുന്നു. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവർ ആത്മാവുമായി സംസാരിക്കാനായി ഓജോ ബോർഡ് കളിക്കാൻ തീരുമാനിക്കുന്നു. അതുവഴി അവിടെ സുജിത്തിന്റെ ആത്മാവും മറ്റൊരു ചീത്ത ആത്മാവും അവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇവിടെ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ആ ആത്മാവ് അവരോട് പറയുന്നുണ്ട്. ശേഷം ഓജോ ബോർഡ് കത്തി ഒരു ആരോ മാർക്കായി മാറുകയും അത് തിരിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. കറങ്ങി സുജിത്തിന്റെ നേരെ തിരിഞ്ഞപ്പോൾ മരിച്ചു കിടന്നിരുന്ന അവൻ എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം കുടിച്ച് തിരിച്ചു കിടക്കുന്നു. ശേഷം ആരോ തിരിയുന്നത് രാഘവന്റെ അടുത്തേക്കായിരുന്നു. അവൻ ഒരു ശബ്ദം കേട്ട്
നോക്കുമ്പോൾ പേടിപ്പിക്കുന്ന ഡിമോന്റെ രൂപം അവൻ കാണുന്നു. കണ്ണുകൾ വെള്ള നിറത്തിലേക്ക് മാറിയ അവന്റെ ശബ്ദം പിന്നീട് ആർക്കും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡിമോണ്ടി അവനെ വലിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് വെപ്രാളപ്പെട്ടിരിക്കുമ്പോഴാണ് ശ്രീനിയുടെ കണ്ണുകൾ വെള്ള നിറത്തിലേക്ക് മാറുന്നത്. ശ്രീനി വിമലിനെ തല്ലി താഴെയിടുകയും ഓവന്റെ വയറ് ഷോർട്ടായി താഴെ വെള്ളത്തിൽ കിടന്നിരുന്നതിനാൽ അവൻ അവിടെ കത്തിക്കരിയുകയും ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ നിലവിളിച്ച് താഴെ ഇരുന്നപ്പോഴാണ് റൂമിലെ ടെമ്പറേച്ചർ കുറഞ്ഞ് -ഡിഗ്രിയിലേക്ക് മാറുന്നത്. അങ്ങനെ റൂമെല്ലാം ഫ്രീസായി തുടങ്ങുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് ജീസസിന്റെ ശില്പത്തിന്റെ അടുത്തു മാത്രം ഒന്നും സംഭവിക്കുന്നില്ലെന്ന്. അത് മനസ്സിലാക്കി ജീസസിന്റെ പിറകിലുള്ള വിൻഡോ വഴി രക്ഷപ്പെടാമെന്ന് കരുതുമ്പോഴാണ് ഡീമോന്റെ രൂപം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പേടിച്ചുകൊണ്ടാണെങ്കിലും വിൻഡോ അടിച്ചു തകർത്ത് മുകളിൽ നിന്നും താഴേക്ക് ചാടി ഒരുവിധം രക്ഷപ്പെട്ട് റോഡരികിലെ ചായക്കടയിലേക്ക് ഓടുന്നു. അവരെ രക്ഷിക്കാൻ കൂടെ വരാൻ പറഞ്ഞെങ്കിലും ശ്രീനിയുടെ സൗണ്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് ശ്രീനിയെ തൊടാനോ കേൾക്കാനോ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കി അവൻ തിരിച്ച് ചാടിയ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് അപ്പാർട്ട്മെന്റിൽ നിന്നും വിൻഡോയിലൂടെ എടുത്തു ചാടിയ അവൻ താഴെ ഉണ്ടായിരുന്ന കോൺക്രീറ്റിലെ കമ്പിയിൽ തുളച്ചു കയറി സ്പോട്ടിൽ തന്നെ മരിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് ഷോക്കായി അവന്റെ ആത്മാവ് റോഡരികിൽ ഇരിക്കുമ്പോഴാണ് അതുവഴി സുജിത്ത് ലോറിയിൽ ഡിമോണ്ടിയുടെ നെക്ലേസുമായി പോകുന്നത് കാണുന്നു. അതായത് ഹിസ്റ്ററിയിൽ പറഞ്ഞ പോലെ ആ ഒരു നെക്ലേസ് ആരെങ്കിലും ബംഗ്ലാവിൽ നിന്നും പുറത്തു കൊണ്ടുവന്നാൽ മറ്റൊരു രൂപത്തിൽ അതിനെ ഉള്ളിലേക്ക് തന്നെ ഡിമോണ്ടി തിരിച്ച് എത്തിക്കുമെന്ന്. ഇവിടെ സുജിത്ത് ആ മാലയുമായി ബംഗ്ലാവിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. ഒരു അടിപൊളി സസ്പെൻസ് ത്രില്ലറായി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഈയിടെ റിലീസായിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷനുമായി ഉടനെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക്